ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അന്നാസ് രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇതുവരെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയേറെ നന്ദി. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ മസാല ഫ്രൈ ആണ്. നമ്മളെല്ലാവരും ചിക്കൻ ഫ്രൈ ചെയ്യാറുള്ളതാണ്, പക്ഷെ ഇതൊരു വെറൈറ്റി ഐറ്റമാണ്. നിങ്ങളും ഇതുപോലെ ചെയ്തു നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചിക്കൻ ഫ്രൈക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 1/4 കിലോ ചിക്കൻ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, 4 ഏലക്ക, 1 ടീസ്പൂൺ കുരുമുളക്, 2 പട്ട, 2 ഗ്രാമ്പു, 1 തക്കോലം, പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി പേസ്റ്റ് ആക്കിയത്, ഉള്ളി ഞാൻ ഇതേപോലെ തന്നെ വെറുതെ തൊലി കളഞ്ഞെടുത്ത് വെച്ചതാണ്, അരിയാതെ, പിന്നെ നമ്മുടെ മല്ലിയില കൊത്തിയരിഞ്ഞത്, പിന്നെ പച്ചമല്ലി അത് ഞാനൊരു 2.5 ടീസ്പൂൺ എടുക്കുന്നുണ്ട്, പിന്നെ 8 ഉണക്കമുളക്, വേപ്പില, ഇഞ്ചി അതേപോലെ തന്നെ 1 ടീസ്പൂൺ. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ ഒരു പാൻ നമുക്ക് അടുപ്പിൽ വയ്ക്കാം. എന്നിട്ട് നമ്മുടെ മസാലാസ് ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമ്മളുടെ മല്ലി, പച്ചമല്ലി, ഉണക്കമുളക്, ഇതെല്ലാം കൂടെ നമുക്കൊരു 3 മിനിറ്റ് ഇതുപോലെ ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമ്മളിത് ആറിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കും. ഇപ്പം 3 മിനിറ്റായി നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയ ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മസാല നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. നമുക്കിനി ഒരു പാൻ വെച്ച്, പാൻ ചൂടായിട്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത് ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തത് ഉള്ളി കട്ട് ചെയ്ത് വെച്ചേക്കണത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം അത്യാവശ്യം നമ്മളുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു മിക്സ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് ആയി. നമുക്കിത് മൂടി മാറ്റി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഒട്ടും വെള്ളം യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ആ ചൂടിൽ തന്നെ ആ എണ്ണയിൽ കിടന്ന് നമ്മുടെ ചിക്കൻ വെന്ത് വരും. അപ്പം നമ്മളിനി നേരത്തെ പൊടിച്ച് വെച്ചത് നമ്മുടെ മസാല കൂട്ടില്ലേ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പില, സ്വല്പം കൂടെ വെളിച്ചെണ്ണ, ഉപ്പെല്ലാം കറക്റ്റാണോ നോക്കണം. ഈ ടൈമിൽ കുറവാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ എണ്ണയിൽ കിടന്ന് തന്നെ നമ്മുടെ ഈ ചിക്കൻ
വെന്ത് വരണം, ഫ്രൈ ആയി വരും. നമുക്ക് അപ്പോഴത്തേക്കും ഒന്നും കൂടെ ജസ്റ്റ് ഒരു 5 മിനിറ്റ് മൂടി കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്യാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എണ്ണ കുറവാണെന്ന് തോന്നിയാൽ നമുക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലൊരു 10 മിനിറ്റ്, കൂടിയൊന്ന് 10 മിനിറ്റും കൂടെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയാവും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ അതിൽ നോക്കിയാൽ മതി. ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്, ഞാൻ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് നിങ്ങളിത് കാണിച്ചു തരുന്നത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. നമ്മൾ സാധാരണ ചെയ്യുന്നൊരു ചിക്കൻ ഫ്രൈ അല്ല ഇത്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും. ഇപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ചിക്കൻ ഫ്രൈ ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സ്വല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം. ഞാൻ ഇതിനു മുമ്പും ചെയ്തിട്ട് എനിക്കും ഫാമിലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഞാനിത് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വസിച്ച് ഇതുപോലെ ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈ അല്ല, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അത് നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.